അല്ലെങ്കിൽ മലാഖി പ്രവാചകൻ്റെ കാലഘട്ടം കഴിഞ്ഞ് 400 വർഷങ്ങൾ ദൈവം മൗനമായിരുന്നു. നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായത്തെ പ്രമാണിക്കുന്നു. അല്ലെങ്കിൽ കർത്താവ് ഉദ്ദേശിച്ചതുപോലെ അല്ല പ്രവാചകന്മാരെന്ത് ചെയ്തത്? ജനത്തെ ഉപദേശിച്ചത്, അവർക്ക് തോന്നിയതുപോലെ ഉപദേശിച്ചത്. അതുകൊണ്ട് എന്താ പറഞ്ഞത്? മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. പക്ഷേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ സഭയുടെ അകത്തേക്ക് ദുരുപദേശങ്ങൾ കടന്നു വന്നു. ഈ കൃപാവരങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് തെറ്റായി വ്യാഖ്യാനിച്ചും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചും സഭയുടെ അകത്ത് എന്തു കൊണ്ടുവന്നു? മാനുഷിക സമ്പ്രദായത്തെ കൊണ്ടുവന്നു. ഞങ്ങൾ 30 വർഷം ഇന്ന സഭയിൽ പോയതുകൊണ്ട് ഈ 30 വർഷം പാഴായിപ്പോയെന്നാണ്. എപ്പോഴാണ് ഒരാൾക്ക് കൃപാവരം കിട്ടുന്നത്? ആരാണ് കൃപാവരം നൽകുന്നത്? ഇതൊരിക്കലേ തരത്തുള്ളൂ, പിന്നെ തരുന്നതല്ല. എപ്പോഴായിരിക്കും ഇത് കിട്ടുന്നത്? പൊതുപ്രയോജനത്തിന് വേണ്ടി നൽകിയിരിക്കുന്നതാണ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് തന്നിട്ടില്ല? കൃപാവരം നൽകിയിട്ടില്ല. സഭയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട്, ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ദൈവം ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷക്കാരെല്ലാവരും ആരാ? പുരുഷന്മാരാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ, ഇതെല്ലാം എന്താ പറയുന്നത്, പുല്ലിംഗ രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പറയേണ്ടത്. അല്ലാതെ ഒരിക്കലും ഭരണം എന്നുള്ള വാക്ക് മലയാളം ബൈബിളിൽ ചിലയിടത്തെല്ലാം ഉണ്ട്. അവിടെ എല്ലാം ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലീഡിങ് എന്നാണ്. നേതൃസ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ആരാ ചെയ്യേണ്ടത്? സഹോദരന്മാർ മാത്രമാണ് ചെയ്യേണ്ടത്. അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. അവിടെ ഒരു സഹോദരിക്കും ആ ഒരു സ്ഥാനത്തേക്ക് വരാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. എന്നാൽ അവൻ അന്യഭാഷയിൽ പറഞ്ഞ കാര്യം സഭയിൽ എന്ത് ചെയ്യണം? വ്യാഖ്യാനിക്കപ്പെട്ട് എല്ലാവർക്കും ബോധ്യപ്പെടണം. എന്നാലേ എന്ത് കിട്ടത്തുള്ളൂ? സഭയ്ക്ക് ആത്മീയ വർധനവ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. അത് നമ്മൾ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പം ഒരാൾക്ക് സ്വയമായിട്ട് ആത്മീയ വർധന വരുത്തുന്ന ഒരു ഏർപ്പാടും സഭയിൽ ഇല്ല. അത് വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരും. അപ്പോൾ എന്ത് ചെയ്യാം? കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊരു ധാരണ, ഒരു തെറ്റിദ്ധാരണ മനസ്സിലേക്ക് വരാം. ഇത് പെന്തക്കോസ്തുകാർ നല്ലപോലെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് വ്യാഖ്യാനപരമില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് അന്യഭാഷയ്ക്കുള്ള വരയേ ഉള്ളൂ, വ്യാഖ്യാനത്തിന് വരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെന്ന് വചനം പറയുന്നു. ഇതാണ് സംഭവം. അതാണ് പറഞ്ഞത്, ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തതല്ല. ഈസി ടു ബി അണ്ടർസ്റ്റുഡ് എന്നാണ് വാഞ്ചയെ നല്ല ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് സോ ഓൾസോ യു സിൻസ് യു ആർ സെലസ് ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കൃപാവരങ്ങളെക്കുറിച്ച് ഉത്സാഹമുള്ളവരാകയാൽ, അങ്ങനെ ട്രാൻസ്ലേഷൻ വരേണ്ടത്. കർത്താവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ സമയത്ത് വരികയും ചെയ്യും. പക്ഷെ സമയം നിശ്ചയിക്കാൻ നമ്മളാൾ അല്ല. എന്ന് പറഞ്ഞാൽ കർത്താവിനൊരു കാര്യപരിപാടിയുണ്ട്. ആ കാര്യപരിപാടി അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ കർത്താവ് പോകത്തില്ല. ആ ഒരു ആശയത്തിൽ വേണം നമ്മളിതിനെ ചിന്തിക്കാൻ. ഇത് കിട്ടത്തില്ല എന്നുള്ളത്, പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ എന്തിനാണ് പൗലോസ് അത് പറഞ്ഞത്? നീ ചെയ്യുന്ന കാര്യം സഭയുടെ ആത്മീക വർധനവിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തുന്നു. ഇതിനു വേണ്ടിയാണ് പൗലോസ് എന്ത് ചെയ്തത്? ഈ കാര്യം അവരോട് ആവശ്യപ്പെടും. പക്ഷേ ഇവർ മറ്റുള്ളവരെങ്ങനെ ഇതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? വ്യാഖ്യാന വരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടുമെന്നാണ്? കിട്ടത്തില്ല. ഈ അരാമ്യ ഭാഷയാണ് ഈ ശിഷ്യന്മാർ തന്നെ എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. ശരിയായിട്ടുള്ള അവരുടെ ഭാഷയെന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയാണ്. അതിനുള്ള എഴുത്തും വായനയും ആർക്കില്ല? ഈ മുക്കുവന്മാരായിരുന്ന ഈ 11 പേർക്കും ഉണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസമില്ലാത്ത ഇവർ എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസമില്ലാത്ത ഇവരോടാണ് കർത്താവ് പറയുന്നത് എന്ത്? ലോകത്തിൽ എല്ലായിടത്തും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പോൾ എല്ലായിടത്തും പോയി സുവിശേഷം, സ്വന്തം നാട്ടിൽ പോലും വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത ഇവരെ അന്യനാടുകളിൽ പോയി ആ ഭാഷയിൽ എങ്ങനെ സംസാരിക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ അന്യഭാഷകളിൽ, പുതുഭാഷകളിൽ സംസാരിക്കും എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ കൃപാവരത്തിൻ്റെ പുറത്താണ് ഇവരെന്ത് ചെയ്യുന്നത്? പല നാടുകളിലും പോയി ആ നാട്ടിലുള്ള ആൾക്കാരോട് അവിടുത്തെ ഭാഷ സംസാരിച്ച് അതിനാണ് കൃപാവരം കൊടുത്തത്. ആ നാട്ടിലുള്ള ആളുകളോട് അവരുടെ ഭാഷയിൽ, അവർ ജനിച്ചു വളർന്ന ഭാഷയിൽ ഇവർ സംസാരിക്കുക. അതുതന്നെ പെന്തക്കോസ്ത് നാളിൽ അവർ ചോദിച്ചത്, ഇവരെല്ലാവരും ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലക്കാരല്ലയോ? പിന്നെ നമ്മൾ ഓരോരുത്തരും ജനിച്ചു വളർന്ന ഭാഷയിൽ ഇവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? അവർ ചോദിക്കുന്ന ചോദ്യം അതാ. ഈ ഗലീലയിൽ ജനിച്ചു വളർന്ന ഈ അപ്പോസ്തലന്മാരും നമ്മൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ജനിച്ചു വളർന്ന നമ്മൾ യഹൂദന്മാർ പെന്തക്കോസ്ത് പെരുന്നാൾ കൂടാൻ വന്നപ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന ഭാഷയിൽ ഇവരെങ്ങനെ സംസാരിക്കുന്നത്? അവർ ഭാഷ ഉപയോഗിച്ചത് അന്യഭാഷയായിരുന്നു. അത്
ലോകത്തിൽ നിലവിലുള്ള ഭാഷയായിരുന്നു, മനുഷ്യർ സംസാരിച്ച ഭാഷയായിരുന്നു. അത് അവിശ്വാസിക്ക് എന്തായി മാറി? അടയാളമായിട്ട് മാറി. അവൻ വിശ്വസിച്ചു. ഇതിന് ക്രമം കൊടുത്തിട്ടുണ്ട്. 2 പേര്, ഏറിയാൽ 3 പേര് ഓരോരുത്തരായി സംസാരിക്കണം. ഒരാൾ വ്യാഖ്യാനിക്കുകയും വേണം. വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതെ മൗനമായിരുന്ന് തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. സഭയുടെ അകത്ത് തെളിവില്ലാത്ത വാക്കുകൾ ഉച്ചരിച്ച് ആകപ്പാടെ ബഹളമായി. അതുകൊണ്ടാണ് പൗലോസ് ഈ പുസ്തകത്തിൻ്റെ ഒടുവിൽ, ഈ അധ്യായത്തിൻ്റെ ഒടുവിൽ പറഞ്ഞു, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിൽ എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ, ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിക്കുവാനല്ലാതെ സംസാരിക്കുവാൻ അവർക്ക് അനുവാദമില്ല. പഴയ നിയമം പറയുന്നതും പുതിയ നിയമം പറയുന്നതും സഭായോഗങ്ങളിൽ എന്ത് ചെയ്തോണം? സ്ത്രീകൾ മിണ്ടാതിരുന്നോണം. പക്ഷേ കൊരിന്ത് സഭയിൽ എന്തായിരുന്നു പ്രശ്നം? എല്ലാവർക്കും കൃപാവരം ഉണ്ടെന്നും പറഞ്ഞ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടെ ചേർന്ന് എന്ത് ചെയ്യുക? അന്യഭാഷയിൽ ചുമ്മാ തെളിവില്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പൗലോസിൻ്റെ അറിവിൽ കിട്ടിയപ്പോഴാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? അതങ്ങനെയല്ല, ഇങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും പറഞ്ഞ് അവർക്ക് തിരുത്തൽ കൊടുക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ എന്ന് പറഞ്ഞാൽ, അന്യഭാഷയിൽ സംസാരിക്കേണ്ടവൻ വാസ്തവത്തിൽ ആരോടാണ് സംസാരിക്കേണ്ടത്? മനുഷ്യരോടാണ് സംസാരിക്കേണ്ടത്. പകരം നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ ദൈവത്തോട് സംസാരിക്കുക എന്നാണ് പറയുന്നത്. നീ പറയുന്നതാ. പക്ഷെ നിനക്ക് ദൈവം മർമ്മങ്ങളെ വെളിപ്പെടുത്തി തന്നത് ദൈവത്തോട് പറയാനാണോ? തിരിച്ചാണെങ്കിൽ ഈ ചോദ്യം വരുമോ? അവർ അരാമ്യ ഭാഷയിൽ സംസാരിക്കുകയും നമ്മൾ നമ്മുടെ ഭാഷയിൽ കേൾക്കുകയും ചെയ്താൽ ഈ ചോദ്യം അവർ ചോദിക്കുമോ? ചോദിക്കത്തില്ല. കാരണം എന്താ? അവർ കേൾക്കുന്ന ഭാഷ അവരുടെ ഭാഷയാണ്. അവർ സംസാരിക്കുന്നത്, അപ്പോസ്തലന്മാർ സംസാരിക്കുന്ന അരാമ്യ ഭാഷയും. ആ ചോദ്യം വരുന്നില്ല. അപ്പോൾ തന്നെ ഈ ഭാഷ വരെ നിന്നു പോകുമെന്ന് പറഞ്ഞു. എപ്പോൾ നിന്നു പോകും? പൂർണ്ണമായത് വരുമ്പോൾ നിന്നുപോയി. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവിക വെളിപ്പെടുത്തലുകളും ദൈവത്തിൻ്റെ സ്നേഹവുമാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ശുശ്രൂഷകളിലൂടെ നിർവഹിക്കപ്പെട്ടുകൊണ്ട് ഭാഷാപരത്തിൻ്റെ ആവശ്യകത ഇന്ന് വാസ്തവത്തിലില്ല. അതുപോലെ നിന്നു പോകുമെന്ന് പറഞ്ഞു. ആ സമയമായപ്പോൾ നിന്നുപോയി. അപ്പോൾ ആദ്യം വെളിപ്പെടുത്തി തരേണ്ടത് ദൈവം. രണ്ടാമത്, ദൈവം വെളിപ്പെടുത്തിയെന്നുള്ളത് ഈ വ്യക്തിക്ക് മനസ്സിലാകണം. 3, മറ്റുള്ളവർക്ക് ഈ കാര്യം മനസ്സിലാകും. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. സഭ തിരുവചന വെളിച്ചത്തിൽ എന്ന വിഷയത്തെ അധികരിച്ച് നാം ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഓക്കെ. കർത്തൃമേശയും തിരുവത്താഴവും എന്ന വിഷയമായിരുന്നു. അതിൽ കർത്തൃമേശ എന്താണെന്നും തിരുവത്താഴം എന്താണെന്നുമുള്ള വ്യത്യാസം നമ്മൾ കണ്ടു കഴിഞ്ഞു. തിരുവത്താഴത്തിൽ നിന്ന് പങ്കുകൊള്ളുമ്പോൾ നാം ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചതാണ്. ഏത് മനോഭാവത്തോടുകൂടെ ആയിരിക്കണം തിരുവത്താഴത്തിൽ നിന്ന് പങ്കുകൊള്ളേണ്ടത്, എങ്ങനെയായിരിക്കണം എന്നെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഒരു സ്ഥലം സഭ എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നതെന്ന് കണ്ടു. ആ സ്ഥലം സഭയുടെ അകത്തെ കർത്താവ് സ്ഥാപിച്ച 2 അടിസ്ഥാന അനുഷ്ഠാനങ്ങളെക്കുറിച്ച് കണ്ടു. സ്നാനവും തിരുവത്താഴവും. അത് രണ്ടും കഴിഞ്ഞു. ഇനി നാം ചിന്തിക്കാൻ പോകുന്നത്, ഈ ഒരു പ്രാദേശിക സഭയിൽ ഇങ്ങനെ വിശ്വാസികൾ കൂടി വന്ന് ഈ സഭയുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവർക്കും അതിനകത്തൊരു പങ്കുണ്ട് സഭയുടെ വളർച്ചയ്ക്ക്. ഈ സഭയുടെ വളർച്ചയ്ക്ക് പൊതുവിൽ ഓരോ വിശ്വാസിക്കും അതിൻ്റേതായ പങ്ക് നിർവഹിക്കാൻ ആവശ്യമുണ്ട്. ഒരു വീട്ടിൽ മാതാപിതാക്കളുണ്ടായിരിക്കാം, മക്കളുണ്ടാവാം, വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ വീടിൻ്റെ മൊത്തമായ ഫങ്ഷനിങ്ങിന് ഈ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും മാതാപിതാക്കളുടെയും മക്കളുടെയും ഒക്കെ റോള്, അവരുടെ പങ്ക് എല്ലാവരും ഒരുപോലെ വഹിക്കുമ്പോഴാണ് ആ വീടിൻ്റെ സ്മൂത്തായിട്ടുള്ള ഫങ്ഷനിങ് നടക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ആ വീട്ടിൽ ഓരോ ചുമതലകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെല്ലാവരും ആ വീട്ടിലുള്ളവർ ഒരുമിച്ച് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ചുമതലകളും കടമകളും കർത്തവ്യങ്ങളും ഒക്കെ നിർവഹിക്കുമ്പോഴാണ് ആ വീടിന് ഒരു ജീവൻ ഉണ്ടാകുന്നത്. അല്ലാതെ 4 ചുമരുകൾ ചേർന്നാൽ ഒരു മുറിയാകും, അല്ലെങ്കിൽ ഒരു വീടാകാം. അവിടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ട്, എന്നാൽ
അന്യോന്യ സ്നേഹവും സഹകരണവും ഒന്നുമില്ലാതെ മക്കളും മാതാപിതാക്കളും വല്യപ്പച്ചനും വല്യമ്മച്ചയും എല്ലാം അവിടെ ഉണ്ടെങ്കിലും ആരും തമ്മിലൊരു ഐക്യതയും സ്നേഹവും കരുതലും ഒന്നുമില്ലെങ്കിൽ അവിടെ ഒരു കുടുംബം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല. എന്നാൽ എല്ലാവരും തമ്മിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ അന്യോന്യം നിർവഹിച്ച് ആ വീട് മുമ്പോട്ട് പോകുമ്പോൾ അതിനൊരു ജീവനുണ്ടായി. ഇതുപോലെ ഒരു പ്രാദേശിക സഭയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് വിശ്വാസികൾക്ക് ദൈവം ചില കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. കൃപാവരങ്ങൾ അഥവാ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ആത്മീക വരങ്ങൾ. ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം ഇതൊരു ആത്മീയ കുടുംബമാണ്. സഭയെന്ന് പറയുന്നൊരു ആത്മീയ കുടുംബമാണ്. ഇവിടെയുള്ള വിശ്വാസികൾ, പ്രാദേശിക സഭയിലെ വിശ്വാസികൾ ആ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. അപ്പോൾ ഈ സഭ ജീവനുള്ളതായി നിലനിൽക്കണമെങ്കിൽ, അത് വളരണമെങ്കിൽ, ഒരു ജീവൽ ഘടനയായി നിലനിൽക്കണമെങ്കിൽ ഈ കൃപാവരങ്ങളുടെ വിനിയോഗം വേണ്ടും വിധത്തിൽ നടക്കണം. മലാഖി പ്രവചനം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മലാഖി പ്രവാചകൻ്റെ കാലഘട്ടം കഴിഞ്ഞ് 400 വർഷങ്ങൾ ദൈവം മൗനമായിരുന്നു. ഇസ്രായേലിനോട് ഒരു അരുളപ്പാടും ദൈവം കൊടുത്തില്ല. 39 പുസ്തകങ്ങൾ അവരുടെ കൈവശമുണ്ട്. എന്നാൽ അവർ മശിഹയെ പ്രതീക്ഷിച്ച് കഴിയുകയാണ്. പക്ഷെ 400 സംവത്സരങ്ങൾ ദൈവം ഈ തൻ്റെ ജനത്തോട് ഇടപെട്ടില്ല, സംസാരിച്ചില്ല. പ്രവാചകന്മാരിലൂടെ ദൈവം മലാഖി വരെയുള്ള കാലഘട്ടങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ ഈ 400 വർഷങ്ങൾ ദൈവം മിണ്ടാതെ ഇരുന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ 39 പുസ്തകങ്ങളുടെ വ്യാഖ്യാനം വ്യക്തി കേന്ദ്രീകൃതമായി പോയി. ദൈവം അരുളപ്പാട് കൊടുക്കുന്നില്ല. ദൈവം ഒന്നും സംസാരിക്കാതെ വന്നപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി? വേദപുസ്തകത്തോട് മനുഷ്യൻ്റെ ആശയങ്ങൾ കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. അതിന് കർത്താവ് തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ അവിടെ നിലവിലിരുന്ന വ്യവസ്ഥ കണ്ടിട്ട് കർത്താവ് പറഞ്ഞ കാര്യമാണ്. 6 മുതൽ വായിച്ചോ. ആ ഒരു മിനിറ്റ്. നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായത്തെ പ്രമാണിക്കുന്നു. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ കാര്യം കർത്താവ് എടുത്തു പറയുക. മാനുഷിക കൽപ്പനകളാണ് അവരെന്ത് ചെയ്യുന്നത്? ഉപദേശമായിട്ട് അവതരിപ്പിച്ചത്. ദൈവം ഇതൊന്നും പറഞ്ഞിട്ടില്ല. കർത്താവ് അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവം അതിനെക്കുറിച്ച് ഇസ്രായേൽ ജനത്തോട് ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ കർത്താവ് ഉദ്ദേശിച്ചതുപോലെ അല്ല പ്രവാചകന്മാരെന്ത് ചെയ്തത്? ജനത്തെ ഉപദേശിച്ചത്. അവർക്ക് തോന്നിയതുപോലെ ഉപദേശിച്ചത്. അതുകൊണ്ട് എന്താ പറഞ്ഞത്? മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. ദൈവകൽപ്പന വിട്ടുകളഞ്ഞിട്ട് എന്ത് ചെയ്യുക? ദൈവം കൊടുത്ത പ്രമാണങ്ങൾ അനുസരിക്കാൻ വേണ്ടി കൊടുത്തതാണ്. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ദൈവം പ്രമാണങ്ങളെ കൊടുത്തത്. എന്നാൽ ഇവരെന്താ ചെയ്തത്? അത് വിട്ടുകളഞ്ഞിട്ട്, അത് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അവരുടെ ഉപദേശങ്ങളെ, പ്രവാചകന്മാരുടെ, ജനത്തിൻ്റെ മൂപ്പന്മാരുടെ ഉപദേശങ്ങളെ അവരെന്ത് ചെയ്യുക? ആ പദമാണ് പഴയ നിയമങ്ങളിൽ ഉടനീളം കാണാൻ പറ്റുന്നത്. മൂപ്പന്മാരെന്നും ഇടയന്മാരെന്നും ആണ് നമ്മൾ കൂടുതൽ അത് വായിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു? അതേ പദം പുതിയ നിയമത്തിലേക്ക് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ആദ്യം വന്നിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ മുതലാണ് മൂപ്പന്മാർ എന്നുള്ള പദം നമ്മൾ കാണുന്നത്. അപ്പോൾ ജനത്തിൻ്റെ പ്രഭുക്കളെയാണ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വലിയ അവരെ നയിക്കുന്ന ആളുകളെയാണ് അന്ന് മൂപ്പൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അവരെന്ത് ചെയ്യുക? അവരുടെ ഉപദേശം സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഈ കാലഘട്ടത്തിലാണ് കർത്താവ് വരുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിക്കുവാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി.
അത് നന്നാവുമോ? ശ്രദ്ധിച്ചേ, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിക്കുവാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. അതൊരിക്കലും നല്ല കാര്യമാകുമോ? ഇല്ല. കർത്താവ് കളിയാക്കുക. നിൻ്റെ അപ്പനെയോ അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശെ പറഞ്ഞുവല്ലോ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനെയോ അമ്മയെയോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അവൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല. കർത്താവ് കൽപ്പിച്ചത് നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, അല്ലെ അനുസരിക്കണമെന്നോ. ഇവരെന്താ ചെയ്തത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പള്ളിക്ക് തരേണ്ടതെങ്കിൽ തന്നാൽ മതി, എന്നിട്ട് ഖുർബാനെന്ന് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അപ്പനും അമ്മയ്ക്കും ഒന്നും കൊടുക്കണ്ട. ഇത് കർത്താവ് പഠിപ്പിച്ചതാണോ? അല്ല. അതിന് പകരം ഇവരെന്ത് ചെയ്യുക? ആ പ്രമാണം വിട്ടുകളഞ്ഞിട്ട് ഇവരുടെ ഉപദേശങ്ങളെ സമർത്ഥിപ്പിക്കുക ചെയ്യുന്നത്. എന്നിട്ട് പറയും, ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായങ്ങൾ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു. ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളൂ, ഈ വക പലതും എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ജനത്തിൻ്റെ പ്രമാണികൾ ജനത്തെ പഠിപ്പിച്ചു. ഇതെന്തിനാണ് ഇപ്പോൾ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവസഭ ആരംഭിച്ചപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2:42 നാം വായിക്കുന്നത്, ഈ ഇവരോട് ചേർന്ന് വന്ന വിശ്വാസികൾ, പുതുതായി വന്ന വിശ്വാസികൾ എന്ത് ചെയ്യുക? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയുമെന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? പക്ഷേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ സഭയുടെ അകത്തേക്ക് ദുരുപദേശങ്ങൾ കടന്നു വന്നു. ദുരുപദേശങ്ങൾ കടന്നു വന്ന് 16-ാം നൂറ്റാണ്ട് വരെ സഭയുടെ ഇരുണ്ട കാലഘട്ടമായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂഥറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നവോത്ഥാനവുമായി വന്നു. സത്യ ഉപദേശം വിശ്വാസത്താലുള്ള നീതീകരണത്തിലേക്ക് വന്ന് അങ്ങനെ സഭ വളരാൻ തുടങ്ങി. 20-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ കരിസ്മാറ്റിക് പ്രസ്ഥാനം രൂപം കൊണ്ടു. കരിസ്മാറ്റിക് പ്രസ്ഥാനം അവരാണ് ഈ കൃപാവരങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് തെറ്റായി വ്യാഖ്യാനിച്ചും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചും സഭയുടെ അകത്ത് എന്തു കൊണ്ടുവന്നു? മാനുഷിക സമ്പ്രദായത്തെ കൊണ്ടുവന്നു. ഇത് പറയാൻ വേണ്ടി ഈ ആമുഖം ഞാൻ പറഞ്ഞത്. 20-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ കരിസ്മാറ്റിക് പ്രസ്ഥാനം രൂപം കൊണ്ടപ്പോൾ അതും ഇതുപോലെ സത്യോപദേശം പഠിപ്പിക്കൊണ്ടിരുന്ന സഭയുടെ അകത്തേക്ക് എങ്ങനെയുള്ള ആളുകൾ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഈ കൃപാവരങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് വിശ്വാസികളെ കൺഫ്യൂസ് ചെയ്ത് അവരെ ആശയക്കുഴപ്പത്തിലാക്കി ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ വിശ്വാസികളെ ആത്മീകമായി അധപ്പതനത്തിലേക്ക് തള്ളിയിട്ടു. ഇത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നും കൃപാവരങ്ങളെക്കുറിച്ച് തെറ്റായ ധാരണയുള്ളതുകൊണ്ട്, അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതുകൊണ്ട്, ദുർവ്യാഖ്യാനം ചെയ്യുന്നതുകൊണ്ട് ശരിയേതാ തെറ്റേതാ എന്നറിയാതെ അനേക വിശ്വാസികൾ ഇപ്പോഴും അന്ധകാരത്തിലാണ് കിടക്കുന്നത്. സുവിശേഷവുമായി വീടുകളിൽ ചെല്ലുമ്പോൾ പല സഭകളിലും പോകുന്ന ആളുകൾ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങൾ ചോദിക്കുകയും ദൈവകൃപയാൽ നമ്മൾ മറുപടി കൊടുക്കുകയും ചെയ്യുമ്പോൾ ചിലർ പറഞ്ഞത്, ഞങ്ങൾ 30 വർഷം ഇന്ന സഭയിൽ പോയതുകൊണ്ട് ഈ 30 വർഷം പാഴായിപ്പോയെന്നാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന വരത്തിന് വേണ്ടി ഇത്ര വർഷം പ്രാർത്ഥിച്ചിട്ടും ഞങ്ങൾക്ക് ഇന്ന വരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ 30 വർഷം ഇന്ന സഭയിൽ പോയത് എന്തുകൊണ്ടാണ്? ആ പോയ 30 വർഷം ഞങ്ങൾക്ക് പാഴായിപ്പോയി എന്ന് ഒരു കുടുംബം ഞങ്ങളോട് പറഞ്ഞു. അത് ഒരു സ്ഥലത്ത്. വേറെ പല സ്ഥലങ്ങളിൽ പലർക്കും ആശ്വാസമായി. കാരണം അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മുമ്പോട്ട് പോയത്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും വർഷം ഇവിടെ പോയിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ ഇന്നും ആ കാര്യം ജനത്തിൻ്റെ ഇടയിൽ നടക്കുന്നതുകൊണ്ട് തെറ്റായ ധാരണയാണ് ജനത്തിനുണ്ടാകും. ഈ കാലഘട്ടത്തിൽ നമ്മളിത് ശരിയാവണ്ണം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ കൃപാവരങ്ങളുടെ പഠനത്തിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ഞാൻ പറഞ്ഞത്. ഇതൊരു നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട, വിശ്വാസികൾ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ കൃപാവരം എന്ന് പറയുന്നത്. ഇനിയും എപ്പോഴാണ് ഒരാൾക്ക് കൃപാവരം കിട്ടുന്നത്? ആരാണ് കൃപാവരം നൽകുന്നത്? ആരാ കൃപാവരം നൽകുന്നത്? പരിശുദ്ധാത്മാവ്. അച്ചായൻ പറഞ്ഞു ദൈവം, ആൻറ്റി പറഞ്ഞു പരിശുദ്ധാത്മാവ്. വേറെ വല്ല ആൻസറും ഉണ്ടോ? ആരാ കൃപാവരം തരുന്നേ? റോമാലേഖനം
12-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആ മതി. 4 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ 7-8 വാക്യങ്ങളിൽ 6-7-8 വാക്യങ്ങളിൽ കൃപാവരങ്ങളുടെ ഒരു ചെറിയ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൊടുക്കുന്നത് ആരാന്നുള്ളത് 3-ാമത്തെ വാക്യത്തിലാണ് വായിച്ചത്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ. അപ്പോൾ ആരാ കൃപാവരം കൊടുക്കുന്നത്? ദൈവം, ഗോഡ് ദ ഫാദർ, പിതാവായ ദൈവമാണ് എന്ത് ചെയ്യുന്നത്? കൃപാവരം കൊടുക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരാം. 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, 1 Corinthians chapter 12 verses 4-11. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, വേറൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അപ്പോൾ ഇവിടെ ആരാ വരം കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവാണ് എന്ത് ചെയ്യുന്നത്? കൃപാവരം കൊടുക്കുന്നത്. താൻ ഇച്ഛിക്കുന്നത് പോലെ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവിനാൽ. അപ്പോൾ നേരത്തെ വായിച്ചത് ദൈവം കൊടുക്കുന്നു, ഇപ്പോൾ വായിച്ചത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നു. ഇനി എഫേസ്യ ലേഖനം 4-ാം അധ്യായം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. 7 മുതൽ വായിക്കാം. വേലയ്ക്കും ഓക്കെ. സഭയുടെ ആത്മീക വർധനവിനും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിൻ്റെ ശുശ്രൂഷയുടെ വേലയ്ക്കുമായിട്ട് സഭയിൽ ചില ദാനങ്ങളെ കർത്താവ് കൊടുക്കുന്നു. ആരാ കൊടുക്കുന്നത്? ക്രിസ്തുവിൻ്റെ ദാനത്തിന് ഒത്തവണ്ണം. ദാനമെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്. അതാരൊക്കെയാണെന്നുള്ളതാണ് വായിച്ചത്. അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, സുവിശേഷകന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, മൂപ്പന്മാരുണ്ട്. പക്ഷെ ആരാ കൊടുത്തേ? പുത്രനാം ദൈവമാണ് കൊടുത്തത്. അപ്പോൾ ആദ്യം വായിച്ചത് ദൈവം കൊടുത്തു, രണ്ടാമത് വായിച്ചത് പരിശുദ്ധാത്മാവ് കൊടുത്തു, മൂന്നാമത് വായിച്ചത് പുത്രനാം ദൈവം കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? 3 പേരും ഒന്നാണ്. ത്രിയേക ദൈവമാണ് എന്ത് കൊടുക്കുന്നത്? കൃപാവരങ്ങളെ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കി.
നേരത്തെ വായിച്ചപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. പക്ഷേ അത് ചെറിയ മിസ്റ്റേക്കല്ല. വായിച്ചത് റോമലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിടുന്നത് പോലെ എന്നാണ് വായിച്ചത്. പക്ഷെ പങ്കിട്ടതുപോലെ എന്നാണ് വായിക്കേണ്ടത്. എന്താ പ്രശ്നമെന്നറിയാമോ? പങ്കിടുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എൻ്റെ അർത്ഥം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവും. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ദൈവം എന്ത് ചെയ്യുന്ന അർത്ഥം, ഇപ്പോഴും ഓരോ വിശ്വാസിക്കും പുതിയ പുതിയ ഗിഫ്റ്റുകൾ കൊടുക്കും എന്നൊരാശയം അതിനകത്ത് വരുന്നത്. അത് പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്ന ഒരു ആശയവുമാണ്. ഞാൻ പറഞ്ഞത് ഇതൊരിക്കലേ തരത്തുള്ളൂ, പിന്നെ തരുന്നതല്ല. എപ്പോഴായിരിക്കും ഇത് കിട്ടുന്നത്? രക്ഷിക്കപ്പെടുമ്പോഴാണ് കിട്ടുന്നത്. അതെങ്ങനെ അറിയാമെന്നറിയാമോ? ഇവിടെ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല രക്ഷിക്കപ്പെടുമ്പോഴാണ് കൃപാവരം കിട്ടുന്നതെന്ന് ഒരൊറ്റ വാക്യം പോലും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നമ്മൾ ഈ വായിച്ച വേദഭാഗങ്ങളെല്ലാം കോർത്തിണക്കി പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ക്രിസ്തു തലയാകുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളാണ്, അല്ലേ? ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിന് ജനിക്കുമ്പോൾ ലഭിക്കുന്ന അവയവങ്ങളല്ലാതെ പുതുതായിട്ട് ഒരു അവയവവും പല്ലൊഴിച്ച് ജനിക്കുമ്പോൾ അവയവമുണ്ടോ? ജനിക്കുമ്പോൾ ആർക്കും ഒരു കുഞ്ഞിനും പല്ലില്ല. പക്ഷേ രണ്ടാം ശൈശവമാകുന്ന വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഈ പല്ലെല്ലാം കൊഴിഞ്ഞു പോവുകയും ചെയ്യും. എന്നാൽ ജനിക്കുമ്പോൾ ലഭിക്കുന്ന അവയവങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ട്. 2 ചെവി, 2 കണ്ണ്, മൂക്കിന് 2 ദ്വാരം, 2 കൈ, 2 കാല്, ഇതെല്ലാം ജനിച്ചപ്പോഴുള്ളതാണ്, അല്ലേ? പുതുതായിട്ടൊരു അവയവവും ജനിച്ചതിന് ശേഷം ശരീരത്തോട് കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല. ഇതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി നാം തീരുമ്പോൾ അതെപ്പോഴാണ് തീരുന്നത്? അത് നാം ആദ്യമേ കണ്ടു കഴിഞ്ഞു. എപ്പോഴാണ് തീരുന്നത്? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായിട്ട് നമ്മൾ എപ്പോഴാണ് മാറുന്നത്? നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ. അപ്പോൾ ഈ സഭയുടെ അംഗമായി. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? ദൈവാത്മാവിനെ കിട്ടുന്നത്. ദൈവാത്മാവാണ് എന്ത് തരുന്നത്? കൃപാവരം തരുന്നത്. ദൈവമാണ് തരുന്നത്. ത്രിയേക ദൈവമാണ് തരുന്നത്. യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വമാണ് ഹൃദയത്തിൽ അംഗീകരിക്കുന്നത്. ത്രിയേക ദൈവം ദൈവത്തിൻ്റെ മന്ദിരമാകും നമ്മുടെ ശരീരമെന്ന് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ വായിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ദൈവമുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇത് എപ്പോഴാണ് ഇവർ 3 പേരും വന്നത്? 3 പേരെന്ന് പറയാൻ ഒക്കത്തില്ല. ഈ ത്രിയേക ദൈവം എപ്പോഴാണ് നമ്മളിലേക്ക് വന്നത്? രക്ഷിക്കപ്പെട്ട സമയത്ത്. അപ്പോൾ തന്നെ എന്തുകൂടെ കിട്ടി? കൃപാവരം കൂടെ കിട്ടി. അപ്പം തന്നെ കിട്ടിയതാ. ഇനിയും എന്തിനാണ് ഇത് തന്നേക്കുന്നത്? ചുമ്മാ തന്നതാണോ? അല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശം ഉണ്ടാവും, അല്ലേ? ദൈവത്തിന് വ്യക്തമായൊരു ഉദ്ദേശമില്ലാതെ തരത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൽ ജന്മനാ ലഭിക്കുന്ന ചില ഗുണഗണങ്ങളുണ്ട്. ചിലർക്ക് പാടാനുള്ള കഴിവുണ്ട്, ചിലർക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്, ചിലർക്ക് ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ മാതാപിതാക്കൾക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വല്യപ്പച്ചനോ വല്യമ്മച്ചിക്കോ അപ്പനും അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മയുടെ അപ്പനും അമ്മയ്ക്കോ ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ജീനിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് ജന്മസ്വഭാവമാണ്. ഏതാ ഇങ്ങനെയുള്ള ഗുണങ്ങൾ? അല്ലെങ്കിൽ എന്താ പറയുക, ഈ കലയെന്നോ അങ്ങനെയല്ല പറയുന്നത്. അതെല്ലാം ജന്മഗുണമാണ്. ഇതുപോലെ ആത്മീക വരങ്ങളെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോൾ കിട്ടുന്നതാണ്. ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോൾ കിട്ടും, അല്ലാതെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് മേടിക്കുന്ന ഒരു കാര്യം അല്ല. എപ്പോഴാണോ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് അപ്പോൾ തന്നെ എന്ത് കിട്ടും? കൃപാവരം കിട്ടും. എന്നാൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഈ കുഞ്ഞ് ഇങ്ങനെയുള്ള ജന്മഗുണമായി ജനിക്കുമ്പോൾ തന്നെ പാട്ട് പാടുമോ, പ്രസംഗിക്കുമോ, ഡാൻസ് ചെയ്യുമോ? ഇല്ല. കുഞ്ഞ് വളരണം. കുഞ്ഞ് വളർന്ന ഒരു ഘട്ടത്തിലാണ് മാതാപിതാക്കൾ തിരിച്ചറിയുന്നത് ഇന്ന ഇന്ന കഴിവുകൾ ഈ കുഞ്ഞിന് ഉണ്ട് എന്നുള്ളത്. ഇതുപോലെ ഒരു വിശ്വാസിയിൽ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ കൃപാവരം ദൈവം കൊടുക്കുന്നുവെങ്കിലും ഇത് ആത്മീകമായി ഈ കുഞ്ഞും വളർന്നു വരുമ്പോഴാണ് മറ്റുള്ളവർക്കും കൂടെ ബോധ്യപ്പെടും, ഈ കുഞ്ഞിനും ബോധ്യപ്പെടും എനിക്ക് എന്തുണ്ടെന്ന്, ഇന്ന കൃപാവരമുണ്ട് എന്ന് മനസ്സിലാവുന്നു. അത് ജനിച്ച ഉടനെ അത് മനസ്സിലാവത്തില്ല. ഇച്ചിരി സമയമെടുക്കുന്ന കാര്യമായത്. കുറച്ച് കഴിയുമ്പോഴേ ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുള്ളത്,
കൃപാവരം ഇല്ലാത്ത രക്ഷിക്കപ്പെട്ട ഒരാളും ഉണ്ടായിരിക്കുകയില്ല. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടായിരിക്കും? മിനിമം ഒരു കൃപാവരം ഉണ്ടായിരിക്കും. അതെങ്ങനെ മനസ്സിലാകും? റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് വീണ്ടും വരാം. ഭാവിക്കേണ്ടതിന് മീതെ 12:3 ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയും. അവിടെയുള്ള ഓരോരുത്തരോടും പറയുകയാണ്. എന്താ പറയുന്നത്? അവനവന് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അതിൻ്റെ അർത്ഥം അല്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചതുപോലെ നിങ്ങളിൽ ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്. എന്താ? ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളതുപോലെ സുബോധത്തോടുകൂടെ എന്ത് ചെയ്യണം? ഈ കൃപാവരം യൂട്ടിലൈസ് ചെയ്യണം, ഉപയോഗിക്കണം. ഓരോരുത്തരോടും പറയുക. ഇനിയും ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും. അപ്പോൾ ശരീരത്തോട് ഉപമിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഒരു ശരീരത്തിൽ എന്തുണ്ട്? നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും. കൈയുടെ ജോലിയല്ല കാല് ചെയ്യുന്നത്, കാലിൻ്റെ ജോലിയല്ല കൈ ചെയ്യുന്നത്, കണ്ണിൻ്റെ ജോലിയല്ല ചെവി ചെയ്യുന്നത്, ചെവിയുടെ ജോലിയല്ല നാവ് ചെയ്യുന്നത് അല്ലേ? പക്ഷേ എല്ലാ അവയവത്തിനും എന്തുണ്ട്? ഓരോരോ ജോലി ഉണ്ട്. എല്ലാ അവയവങ്ങൾക്കും ഓരോ ജോലിയുണ്ട്. ഒരു ജോലി പോലും ഇല്ലാത്ത ഏതെങ്കിലും അവയവമുണ്ടോ ശരീരത്തിൽ? ഒരു ജോലി പോലും ഇല്ലാത്ത ഒരവയവവും നമ്മുടെ ശരീരത്തിലില്ല. എല്ലാ അവയവങ്ങൾക്കും ഓരോ ജോലിയുണ്ട്. ആ ജോലി ഓരോരുത്തരും കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് ശരീരത്തിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ് നടക്കുന്നത്. ഇതുപോലെ തന്നെ സഭയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണെങ്കിൽ എന്തുണ്ടായിരിക്കും? ഒരു ജോലി ഉണ്ടായിരിക്കും. ആ ജോലിക്ക് വേണ്ടിയിട്ടാണ് എന്ത് തരുന്നത്? കൃപാവരത്തെ തരുന്നത്. ആ കൃപാവരം എന്ത് ചെയ്യണം? കുഴിച്ചിടാൻ പാടില്ല, അത് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സഭയുടെ സ്മൂത്ത് ഫങ്ഷനിങ് നടക്കുന്നത്. സഭ സുഗമമായി മുമ്പോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോരുത്തരും അവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരം വിനിയോഗിക്കണം. ഇനിയും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം 6-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12:6. എല്ലാം മതി. എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവനാണ്. അപ്പോൾ എല്ലാവർക്കുമുണ്ട്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ടെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. 4-ാമത്തെ വാക്യത്തിൽ എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, പക്ഷേ എല്ലാവരിലും ഉണ്ട്. എന്തുണ്ട്? കൃപാവരമുണ്ട്. വരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന വരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കണമെന്നില്ല, നിങ്ങൾക്ക് ലഭിച്ചത് എനിക്ക് ലഭിക്കണമെന്നില്ല. എന്നാൽ ഒന്നിലധികം വരങ്ങളുള്ളവരും ഉണ്ട്. പക്ഷേ എല്ലാവരിലും പ്രവർത്തിക്കുന്ന ആരാണ്? അപ്പോൾ എല്ലാവരിലും ദൈവം പ്രവർത്തിക്കുന്നുണ്ടേ? ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട്? കൃപാവരമുണ്ട്. ഈ 2-3 വാക്യങ്ങൾ മതിയാകും എല്ലാവർക്കും എന്തുണ്ടെന്ന് മനസ്സിലാക്കാൻ. കൃപാവരം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത്രയും വ്യാഖ്യാനം മതിയാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഉണ്ട്. എല്ലാവരിലും ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും കൃപാവരമുണ്ട്. ഇനി എന്തിനാ തന്നേക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. അടുത്ത വാക്യം 7-ാമത്തെ വാക്യം. മതി. അപ്പോൾ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം എന്തിനാണ് നൽകിയിരിക്കുന്നത്? പൊതുപ്രയോജനത്തിന് വേണ്ടി നൽകിയിരിക്കുന്നതാണ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് തന്നിട്ടില്ല? കൃപാവരം നൽകിയിട്ടില്ല. യേശുദാസ് നല്ല ഒരു പാട്ടുകാരനാണ് അല്ലേ? പാട്ടിലൂടെ അദ്ദേഹം എന്തായിത്തീർന്നു? പ്രശസ്തനായി തീർന്നു. ചില പദവികൾ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. പത്മശ്രീ എന്നോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. പത്മശ്രീ ഡോക്ടർ കെ ജെ യേശുദാസ് എന്നല്ലേ പറയുന്നത്. അതുപോലെ പണവും ലഭിച്ചിട്ടുണ്ട് ഇല്ലേ?
ഒത്തിരി പേരങ്ങനെ പാട്ടുകാരായിട്ടുണ്ട്, ഡാൻസുകാരായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ലഭിച്ചിരിക്കുന്ന ഡോക്ടറേറ്റും ഈ പത്മശ്രീയും പദവിയും പണവും പൊതുപ്രയോജനത്തിനുള്ളതാണോ? നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അയാൾ പണം സമ്പാദിച്ചത്? ആണോ? അല്ല. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് ലഭിച്ച പണം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മാത്രം ഉള്ളതാണ്. അത് പൊതുപ്രയോജനത്തിനുള്ളതല്ല അതിലൂടെ ലഭിച്ചത്. പക്ഷേ കൃപാവരം സഭയിൽ വിനിയോഗിക്കുമ്പോൾ അതൊരു വ്യക്തിക്ക് ഉള്ളതല്ല, പിന്നെയോ ആ സമൂഹത്തിന് മുഴുവനുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിന് മൊത്തത്തിൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ഈ കൃപാവരം കൊടുത്തിരിക്കുന്നു. അല്ലാതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നതല്ല. മുഴുവനും കൊടുത്തിരിക്കുന്നത് പൊതുപ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? കൃപാവരം കൊടുത്തിരിക്കുന്നത്, അല്ലാതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ല. ചില വാക്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ വായിക്കുമ്പോൾ ഇതിന് വിരുദ്ധമായി തോന്നാം. എങ്ങനെ തോന്നാം? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിലേക്ക് വരാം. ഇല്ല, അവിടെ വരുന്നില്ലെങ്കിലും വേറെ മറ്റു പല വരങ്ങളുണ്ടല്ലോ. ആ ആ ആ ആ ആ അത് മലയാളത്തിൽ മാത്രമാണ്. ഇംഗ്ലീഷിൽ വൺ എന്നേ കൊടുത്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരെല്ലാം വരും? സ്ത്രീയും വരും, പുരുഷനും വരും. അത് മലയാളം ട്രാൻസ്ലേഷനിൽ വന്നിരിക്കുന്ന ഒരു അപാകത മാത്രമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇംഗ്ലീഷിൽ അതാകുമ്പോൾ വൺ ഓരോരുത്തർക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഒരാളെ ആയിട്ട് മാത്രമേ അതിനകത്ത് ചിത്രീകരിക്കാൻ പറ്റുള്ളൂ, ആണെന്ന് മാത്രമായിട്ട് പറയാനായിട്ട് ഒക്കത്തില്ല. അതൊരർത്ഥം. പിന്നെ സഭയുടെ പൊതുവിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തിരിക്കുക? പൊതുവിലുള്ള ആത്മീയ വർധനവിന് വേണ്ടി ചില വ്യക്തികളെ ദൈവം നിയമിച്ചിട്ടുണ്ട്. അത് നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. അവിടെയെല്ലാം പുരുഷന്മാർക്ക് മാത്രമാണ് എന്ത് വന്നിരിക്കുന്നത്? ആ സഭയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട്, ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ദൈവം ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷക്കാരെല്ലാവരും ആരാ? പുരുഷന്മാരാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ, ഇതെല്ലാം എന്താ പറയുന്നത്, പുല്ലിംഗ രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ കൃപാവരം എന്തുണ്ട്? എല്ലാവർക്കും രക്ഷിക്കപ്പെട്ട സഹോദരനുമുണ്ട്, സഹോദരിക്കുമുണ്ട്. എന്നാൽ സഭയുടെ നടത്തിപ്പിന് വേണ്ടി, സഭയുടെ ചുമതല എന്ന് പറഞ്ഞാൽ സഭ നയിക്കുന്നതിന് വേണ്ടി, സഭ ഭരിക്കുന്നെന്നുള്ളത് പല ട്രാൻസ്ലേഷനുകളിലും വന്നിരിക്കുന്നത് തെറ്റാണ്. സഭയുടെ പരിപാലനത്തിനും നയിക്കലിനും വേണ്ടി മാത്രമാണ്, അങ്ങനെയാണ് ട്രാൻസ്ലേഷൻ വരേണ്ടത്. ലീഡിങ് എന്നാണ് വരേണ്ടത്. അല്ലാതെ ഒരിക്കലും ഭരണം എന്നുള്ള വാക്ക് മലയാളം ബൈബിളിൽ ചിലയിടത്തെല്ലാം ഉണ്ട്, അവിടെ എല്ലാം ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലീഡിങ് എന്നാണ്. ഇതിനു വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ആളുകൾ എല്ലാം പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. പക്ഷേ സ്ത്രീകൾക്കും എന്തുണ്ട്? കൃപാവരമുണ്ട്. എന്നാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ക്രിസ്തുവിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല. പക്ഷേ സഭയുടെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന നേതൃ ശുശ്രൂഷകളെല്ലാം, നയിക്കുന്നതിനുള്ള ശുശ്രൂഷകളെല്ലാം സഹോദരന്മാർക്കാണ്, പുരുഷന്മാർക്കാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ഏത് യോഗത്തിലും ഇപ്പം നമ്മൾ വായിച്ചത് പൊതുപ്രയോജനത്തിനാണ് എന്ത് കൊടുക്കുന്നത്? കൃപാവരം കൊടുക്കുന്നത്. അപ്പോൾ സഭയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ നേരത്തെ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ വായിച്ചു കഴിഞ്ഞു. സഭയുടെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ആത്മീയ വളർച്ചയ്ക്കും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനും ആകുന്നു. അത് ആ വ്യക്തികളെ നൽകിയിരിക്കുന്നു. അപ്പം നേതൃസ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ആരാ ചെയ്യേണ്ടത്? സഹോദരന്മാർ മാത്രമാണ് ചെയ്യേണ്ടത്. അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. അവിടെ ഒരു സഹോദരിക്കും ആ ഒരു സ്ഥാനത്തേക്ക് വരാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. അത് കൊരിന്ത്യ ലേഖനത്തിൽ മാത്രമല്ല, അതൊരു വിഷയം തന്നെ ഞാൻ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. സഭയിൽ സ്ത്രീകളുടെ സ്ഥാനവും ശുശ്രൂഷയും എന്നുള്ള ഹെഡിങ്ങോടുകൂടെ നമ്മളത് ചിന്തിക്കുന്നതാണ്.
ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ ആ കാര്യം നമ്മൾ ചിന്തിക്കും. അതൊരു പ്രത്യേക വിഷയമാണ്. ഓക്കെ. പറ്റത്തില്ല, ഒക്കത്തില്ല. ദൈവം അത് അനുവദിച്ചിട്ടില്ല. ഓക്കെ. ഇനി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങളോട് വായിക്കാം. ആ സോറി, അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ചിന്തിച്ചതിൽ ഒരു കാര്യം വിട്ടുപോയി. 14-ാം അധ്യായത്തിലേക്ക് വരാം. 14-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം. മതി. ഇത് ഒരു തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ പറഞ്ഞു കൃപാവരം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ് പറഞ്ഞത്? പൊതുപ്രയോജനത്തിന് തരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് എന്ത് ചെയ്യുന്നു? തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. അതുകൊണ്ട് അത് ചെയ്യാം എന്നാണ് പലരും മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. എന്നാൽ പൗലോസ് ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ അറിയാം? അതിനടുത്ത വാക്യത്തിൽ തന്നെ അതുണ്ട്. ആത്മീക വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുമ്പോൾ പ്രവചിക്കുന്നവൻ എന്താ ചെയ്യുന്നത്? സഭയ്ക്ക് മുഴുവൻ ആത്മീക വർധന വരുത്തുന്നു. അതും പോരാ, 5-ാമത്തെ വാക്യം, നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അന്യഭാഷയിലൂടെ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കപ്പെടുന്നില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ അവൻ അന്യഭാഷയിൽ പറഞ്ഞ കാര്യം സഭയിൽ എന്ത് ചെയ്യണം? വ്യാഖ്യാനിക്കപ്പെട്ട് എല്ലാവർക്കും ബോധ്യപ്പെടണം. എന്നാലേ എന്ത് കിട്ടത്തുള്ളൂ? സഭയ്ക്ക് ആത്മീയ വർധന കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. അത് നമ്മൾ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പം ഒരാൾക്ക് സ്വയമായിട്ട് ആത്മീയ വർധന വരുത്തുന്ന ഒരു ഏർപ്പാടും സഭയിൽ ഇല്ല. അത് മൊത്തം പൊതുപ്രയോജനത്തിനാണ് വേണ്ടത്. 12-ാമത്തെ വാക്യം. അതെ, 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. വർധനയ്ക്കായി സഫലന്മാരാകുവാൻ. ഈ കാര്യം പറഞ്ഞു വെച്ച് പൗലോസ് പറയുന്ന കാര്യം ഇതാണ്. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വാഞ്ച എന്ന് പറഞ്ഞാൽ അപ്പോൾ കൃപാവരങ്ങളെക്കുറിച്ച് ആഗ്രഹമുള്ളവരാകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എനിക്കും വേണമെന്നല്ലേ? പക്ഷെ അങ്ങനല്ല. എനിക്കും വേണമെന്ന് പറഞ്ഞാൽ എനിക്കില്ലാത്ത കൃപാവരത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് അതിൻ്റെ അർത്ഥം? എനിക്കില്ലാത്ത കൃപാവരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പോൾ തൊട്ടടുത്ത വാക്യം വായിക്കുമ്പം ആ ധാരണ ശരിയുമാവും. തൊട്ടടുത്ത വാക്യം എന്താ? അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കട്ടെ. കണ്ടോ? അത് വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരും. അപ്പോൾ എന്ത് ചെയ്യാം? കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊരു ധാരണ, ഒരു തെറ്റിദ്ധാരണ മനസ്സിലേക്ക് വരാം. ഇത് പെന്തക്കോസ്തുകാർ നല്ലപോലെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് വ്യാഖ്യാനവരമില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് അന്യഭാഷയ്ക്കുള്ള വരയേ ഉള്ളൂ, വ്യാഖ്യാനത്തിന് വരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെന്ന് വചനം പറയുന്നു. അത് ഇന്നത്തെ നിലയിൽ അത് ട്രാൻസ്ലേഷൻ മാത്രമാണ്, അതല്ല വിഷയം. ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ മർമ്മങ്ങളെയാണ് പറയുന്നത്. അന്യഭാഷയിൽ എന്ന് പറഞ്ഞാൽ 14-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. തെളിവില്ലാത്തതാണ്. അപ്പം അന്യഭാഷയെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമല്ലാത്ത ഭാഷ, ഫോറിൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, മലയാളം. ഈ മൂന്നിൽ ആര് എന്ത് സംസാരിച്ചാലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനും തിരിച്ചു പറയാനുമുള്ള ദൈവകൃപയാൽ സാധിക്കുന്നുണ്ട്. എന്നാൽ എന്നോട് കന്നഡയിലോ ഉറുദുവിലോ തെലുങ്കിലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പം ഞാനിപ്പോൾ കർണാടകത്തിൽ ചെല്ലുന്നു, അല്ലെ ആന്ധ്രാപ്രദേശിൽ ചെന്നിട്ട് ഞാൻ ഇപ്പോൾ മലയാളത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ
തെലുങ്കിൽ ഞാൻ അവിടെയുള്ള ദൈവജനത്തോട് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കണം. അപ്പോൾ നിങ്ങൾ എനിക്ക് എന്ത് സർട്ടിഫിക്കറ്റ് തരും? സുധീഷിന് അന്യഭാഷാ വരം ഉണ്ട്. ഇതാണ് സംഭവം. അതാണ് പറഞ്ഞത്, ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തതല്ല. ഈസി ടു ബി അണ്ടർസ്റ്റുഡ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷകളേ ഉള്ളൂ ലോകത്തിൽ. ഏതെങ്കിലുമൊക്കെ മനുഷ്യൻ എന്ത് ചെയ്തിരിക്കും? അന്യോന്യം സംസാരിക്കുന്ന ഭാഷയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ഭാഷ ഉപയോഗിച്ചോ? പൗലോസ് പറയുക, നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം, എന്നേക്കാൾ കൂടുതൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ലോകത്തിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു ഭാഷ ആയിരിക്കണം. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താ? അതിന് തൊട്ട് മുകളിലുള്ള വാക്യത്തിൽ 9-ാമത്തെ വാക്യം, അതുപോലെ നിങ്ങളും നാവ് കൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാതിരുന്നാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവരാകുമല്ലോ. നിങ്ങൾ സംസാരിക്കുന്നത് നാവ് കൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കണം. ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള വാക്കായിരിക്കുമല്ലോ തെളിവായ വാക്കെന്ന് പറയുന്നത്. അതാണ് അന്യഭാഷ വരുമെന്ന് പറയുന്നത്. ഏതാ? ലോകത്തിൽ നിലവിലുള്ള ഏത് ഭാഷ സംസാരിച്ചോ, എനിക്ക് സ്വന്തമല്ലാത്ത ഏത് ഭാഷ സംസാരിച്ചാലും ഞാൻ പഠിക്കാതെ പറയണം. ആ ഭാഷയുമായി എനിക്ക് പുലബന്ധം പോലും ഉണ്ടാവാൻ പാടില്ല. എനിക്കറിയാൻ വയ്യാത്ത ഭാഷയിൽ ഞാൻ സംസാരിച്ചാൽ എനിക്ക് കൃപാവരം ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ, എന്നാൽ അത് വാഞ്ചയെന്നല്ല ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് സോ ഓൾസോ യു സിൻസ് യു ആർ സെലസ് ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കൃപാവരങ്ങളെക്കുറിച്ച് ഉത്സാഹമുള്ളവരാകയാൽ, അങ്ങനെയാണ് ട്രാൻസ്ലേഷൻ വരേണ്ടത്. ഇത് രണ്ടും രണ്ടാണ്. വാഞ്ച എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ഉത്സാഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളതിനെ ത്വരിതപ്പെടുത്തുക എന്നതിൻ്റെ അർത്ഥം എന്ന്. അതാണ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ മുമ്പിട്ട് നിൽക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അന്യഭാഷയിൽ അല്ലെങ്കിൽ കൃപാവരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഉത്സാഹമുള്ളവരായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിക്കുവിൻ. നിങ്ങൾക്ക് ഏത് കൃപാവരമുണ്ടോ ആ കൃപാവരം എന്തിനു വേണ്ടി ഉപയോഗിക്കണം? സഭയുടെ ആത്മീക വർധനവിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അധ്വാനിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം അടുത്ത വ്യാഖ്യാനം വരുന്നത്, അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കട്ടെ. ഇത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇവന് കൃപാവരം കിട്ടുമോ? കിട്ടത്തില്ല. എന്തുകൊണ്ട് കിട്ടത്തില്ല? അങ്ങനൊരു ഏർപ്പാട് കർത്താവിന് ഇല്ല. ജനിച്ചപ്പോൾ തന്നതേ ഉള്ളൂ, പുതിയ കൃപാവരം കൊടുക്കത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്? അതാണ് നമ്മൾ ആ 4-5 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. 14-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ, അപ്പം സഭയ്ക്ക് ആത്മീയ വർധന നീ വരുത്തുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്താൽ മതി? മിണ്ടാതിരുന്നാൽ മതി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ പ്രാർത്ഥിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഇതിനെ അവരെന്ത് ചെയ്യുക? അതായത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞു ഞാൻ വരുന്നു, ഞാൻ മടങ്ങി വരുന്നു എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് 10 വർഷം കൂടി കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? കർത്താവ് മടങ്ങി വരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, സമയം പറഞ്ഞിട്ടില്ല. 10 വർഷം കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി കർത്താവ് എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുമോ? ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ? നാളെ രാവിലെ വരണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇത് രണ്ടും നടക്കത്തില്ല. പക്ഷെ വരാമെന്ന് പറഞ്ഞിട്ടില്ലേ കർത്താവ്? കർത്താവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ സമയത്ത് വരികയും ചെയ്യും. പക്ഷെ സമയം നിശ്ചയിക്കാൻ നമ്മളാൾ അല്ല. എന്ന് പറഞ്ഞാൽ കർത്താവിനൊരു കാര്യപരിപാടിയുണ്ട്, ആ കാര്യപരിപാടി അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ കർത്താവ് പോകത്തില്ല. ആ ഒരു ആശയത്തിൽ വേണം നമ്മളിതിനെ ചിന്തിക്കാൻ. ഇത് കിട്ടത്തില്ല എന്നുള്ളത്, പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ എന്തിനാണ് പൗലോസ് അത് പറഞ്ഞത്? നീ ചെയ്യുന്ന കാര്യം സഭയുടെ ആത്മീക വർധനവിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തുന്നു. ഇതിനു വേണ്ടിയാണ് പൗലോസ് എന്ത് ചെയ്തത്? ഈ കാര്യം അവരോട് ആവശ്യപ്പെടും. പക്ഷേ ഇവർ മറ്റുള്ളവരെങ്ങനെ ഇതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? വ്യാഖ്യാന വരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടുമെന്നാണ്? കിട്ടത്തില്ല. ഈ കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയാണ് പൗലോസ് ഈ കാര്യം പറഞ്ഞത്. ആ ആ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്യഭാഷ എന്തിനാണ് കൊടുത്തതെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആരോടാദ്യം കർത്താവ് ഇത് പറയുന്നത്? നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമെന്ന് ആദ്യം പറഞ്ഞത് ആരോടാണ്? ശിഷ്യന്മാരോട്. 11 പേരോടാണ് പറഞ്ഞത്.
ആ സമയത്ത് യൂദാസില്ല. 11 പേരോടാണ് പറഞ്ഞത്. എന്തിനാ പറഞ്ഞു ഈ അന്യഭാഷയിൽ സംസാരിക്കുമെന്ന് പറഞ്ഞു? ലോകത്തിലെല്ലായിടത്തും പോയി എല്ലാ മനുഷ്യരോടും സകല സൃഷ്ടികളോടും എന്ത് പറയണമെന്നാണ് പറഞ്ഞു? സുവിശേഷം പ്രസംഗിക്കണമെന്നാണ് പറഞ്ഞു. ഈ അരാമ്യ ഭാഷയാണ് ഈ ശിഷ്യന്മാർ തന്നെ എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. ശരിയായിട്ടുള്ള അവരുടെ ഭാഷയെന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയാണ്. അതിനുള്ള എഴുത്തും വായനയും ആർക്കില്ല? ഈ മുക്കുവന്മാരായിരുന്ന ഈ 11 പേർക്കും ഉണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസമില്ലാത്ത ഇവർ എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസമില്ലാത്ത ഇവരോടാണ് കർത്താവ് പറയുന്നത് എന്ത്? ലോകത്തിലെല്ലായിടത്തും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പോൾ എല്ലായിടത്തും പോയി ഈ സുവിശേഷം, സ്വന്തം നാട്ടിൽ പോലും വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത ഇവർ അന്യനാടുകളിൽ പോയി ആ ഭാഷയിൽ എങ്ങനെ സംസാരിക്കും? സംസാരിക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ അന്യഭാഷകളിൽ, പുതുഭാഷകളിൽ സംസാരിക്കും എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ കൃപാവരത്തിൻ്റെ പുറത്താണ് ഇവരെന്ത് ചെയ്യുന്നത്? പല നാടുകളിലും പോയി ആ നാട്ടിലുള്ള ആൾക്കാരോട് അവിടുത്തെ ഭാഷ സംസാരിച്ച് അതിനാണ് കൃപാവരം കൊടുത്തത്. 14-ാം അധ്യായത്തിലേക്ക് വീണ്ടും വരാം. 22-ാമത്തെ വാക്യം. ആണോ? അല്ല 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 14:22. മതി. അന്യഭാഷകൾ അടയാളമായിരിക്കുന്ന ആർക്കാ? അവിശ്വാസികൾക്ക്. അവിശ്വാസി സഭയുടെ അകത്താണോ പുറത്താണോ? പുറത്ത്. അപ്പോൾ ഈ ശുശ്രൂഷ എവിടെ വാസ്തവത്തിൽ ഇവർ ചെയ്യേണ്ടത്? സഭയുടെ പുറത്ത് പോയി അന്യഭാഷയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ വിദ്യാഭ്യാസമില്ലാത്ത ഇവർ പുറത്തു പോയി എന്ത് ചെയ്യുക? ആ നാട്ടിലുള്ള ആളുകളോട് അവരുടെ ഭാഷയിൽ, അവർ ജനിച്ചു വളർന്ന ഭാഷയിൽ ഇവർ സംസാരിക്കുക. അതുതന്നെ പെന്തക്കോസ്ത് നാളിൽ അവർ ചോദിച്ചത്, ഇവരെല്ലാവരും ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലക്കാരല്ലയോ? പിന്നെ നമ്മൾ ഓരോരുത്തരും ജനിച്ചു വളർന്ന ഭാഷയിൽ ഇവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? അവർ ചോദിക്കുന്ന ചോദ്യം അതാ. ഈ ഗലീലയിൽ ജനിച്ചു വളർന്ന ഈ അപ്പോസ്തലന്മാരും നമ്മൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ജനിച്ചു വളർന്ന നമ്മൾ യഹൂദന്മാർ പെന്തക്കോസ്ത് പെരുന്നാൾ കൂടാൻ വന്നപ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന ഭാഷയിൽ ഇവരെങ്ങനെ സംസാരിക്കുന്നത്? അവർ ഭാഷ ഉപയോഗിച്ചത് അന്യഭാഷയായിരുന്നു. അത് ലോകത്തിൽ നിലവിലുള്ള ഭാഷയായിരുന്നു, മനുഷ്യർ സംസാരിച്ച ഭാഷയായിരുന്നു. അത് അവിശ്വാസിക്ക് എന്തായി മാറി? അടയാളമായിട്ട് മാറി. അവൻ വിശ്വസിച്ചു. അന്ന് 3000 പേര് അവരോട് ചേർന്നു. ഇതിനാ ഭാഷാപരം കൊടുത്തത്. അല്ലാതെ സഭയുടെ അകത്ത് ആത്മീക വർധന വരുത്താൻ വേണ്ടിയിട്ടല്ല എന്ത് കൊടുത്തത്? ഭാഷാപരം കൊടുത്തത്. എന്നാലും അങ്ങനെ വേണമെങ്കിൽ ചെയ്തോ, അതിന് ക്രമം കൊടുത്തിട്ടുണ്ട്. 2 പേര്, ഏറിയാൽ 3 പേര് ഓരോരുത്തരായി സംസാരിക്കണം. ഒരാൾ വ്യാഖ്യാനിക്കുകയും വേണം. വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതെ മൗനമായിരുന്ന് തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. ഇത് അനുവദിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ അങ്ങനൊന്നും ആയിരുന്നില്ല. തെളിവില്ലാത്ത വാക്ക് ഉച്ചരിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്യുക? ഇതിനകത്ത് കയറി സഭയുടെ അകത്ത് തെളിവില്ലാത്ത വാക്കുകൾ ഉച്ചരിച്ച് ആകപ്പാടെ ബഹളമായി. അതുകൊണ്ടാണ് പൗലോസ് ഈ പുസ്തകത്തിൻ്റെ ഒടുവിൽ, ഈ അധ്യായത്തിൻ്റെ ഒടുവിൽ പറഞ്ഞു, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിൽ എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ, ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിക്കുവാൻ അല്ലാതെ സംസാരിക്കുവാൻ അവർക്ക് അനുവാദമില്ല. പഴയ നിയമം പറയുന്നതും പുതിയ നിയമം പറയുന്നതും സഭായോഗങ്ങളിൽ എന്ത് ചെയ്തോണം? സ്ത്രീകൾ മിണ്ടാതിരുന്നോണം. പക്ഷേ കൊരിന്ത് സഭയിൽ എന്തായിരുന്നു പ്രശ്നം? എല്ലാവർക്കും കൃപാവരം ഉണ്ടെന്നും പറഞ്ഞ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടെ ചേർന്ന് എന്ത് ചെയ്യുക? അന്യഭാഷയിൽ ചുമ്മാ തെളിവില്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പൗലോസിൻ്റെ അറിവിൽ കിട്ടിയപ്പോഴാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? അതങ്ങനെയല്ല, ഇങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും പറഞ്ഞ് അവർക്ക് തിരുത്തൽ കൊടുക്കുന്നു. ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. 14-ാം അധ്യായത്തിൻ്റെ തന്നെ 2-ാമത്തെ വാക്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. അങ്ങനെയാണ് അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല പൗലോസ് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ എന്ന് പറഞ്ഞാൽ അന്യഭാഷയിൽ സംസാരിക്കേണ്ടവൻ വാസ്തവത്തിൽ ആരോടാണ് സംസാരിക്കേണ്ടത്? മനുഷ്യരോടാണ് സംസാരിക്കേണ്ടത്. പകരം നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ ദൈവത്തോട് സംസാരിക്കുക എന്നാണ് പറയുന്നത്. നീ പറയുന്നതാ. പക്ഷെ നിനക്ക് ദൈവം മർമ്മങ്ങളെ വെളിപ്പെടുത്തി തന്നത് ദൈവത്തോട് പറയാനാണോ? പഴയ നിയമത്തിൽ അന്യഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് 1-ാമത്തെ കാര്യം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത്
അന്യഭാഷ സംസാരിക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ തന്നെ 400 വർഷം അവരെ സേവിക്കുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവർ സംസാരിക്കുന്ന ഭാഷ അരാമ്യ ഭാഷയാണ്, അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ. പക്ഷേ മിസ്രൈമിലെ ഭാഷ ആഫ്രിക്കൻ ലാംഗ്വേജ് അല്ലേ. അവിടെ ചെന്ന് മോശയും മറ്റുള്ളവരും എല്ലാവരും കേൾക്കുന്ന ഭാഷ എന്തായിരുന്നു? ആഫ്രിക്കൻ ലാംഗ്വേജാണ് കേട്ടത്. അത് അവർ കേട്ട് അവരുടെ ഇടയിൽ വളരുകയാണ്. 400 വർഷങ്ങൾ അല്ലെങ്കിൽ 4 തലമുറകൾ, 4, 5, 6 തലമുറകൾ അവിടെ ജീവിക്കുക. അതാണ് അന്യഭാഷ എന്ന് അവിടെ പറഞ്ഞത്. ഇവർക്ക് സ്വന്തമല്ലാത്ത ഭാഷ. സലോമോന് ഭാഷാപരം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെനിക്കറിഞ്ഞുകൂടാ. നിലവിൽ വല്ല ഭാഷകളും ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിലും അദ്ദേഹം ജ്ഞാനികളുടെ ജ്ഞാനി എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് പല ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാജസദസ്സിൽ ഈ ഭാഷ അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നിരിക്കാം, അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിരിക്കാം. അതിനെക്കുറിച്ചൊന്നും രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതെ അതെ. അല്ല, അന്നേരം ആർക്കാ ഭാഷാപരം കിട്ടുന്നത്? ഇവർ അരാമ്യ ഭാഷയിൽ സംസാരിക്കുകയും കേൾക്കുന്നവർക്ക് അവരവരുടെ ഭാഷകളിൽ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആർക്കാ ഭാഷാപരം കിട്ടിയിരിക്കുന്നത്? കേൾക്കുന്നവർക്കല്ല. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇവർ ഗലീലക്കാരല്ലേ? ഇവർ അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജനിച്ചു വളർന്ന ഭാഷകളിൽ ഇവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ എന്നാണ് ചോദിക്കുന്നത്. തിരിച്ചാണെങ്കിൽ ഈ ചോദ്യം വരുമോ? അവർ അരാമ്യ ഭാഷയിൽ സംസാരിക്കുകയും നമ്മൾ നമ്മുടെ ഭാഷയിൽ കേൾക്കുകയും ചെയ്താൽ ഈ ചോദ്യം അവർ ചോദിക്കുമോ? ചോദിക്കത്തില്ല. കാരണം എന്താ? അവർ കേൾക്കുന്ന ഭാഷ അവരുടെ ഭാഷയാണ്, അവർ സംസാരിക്കുന്നത്, അപ്പോസ്തലന്മാർ സംസാരിക്കുന്ന അരാമ്യ ഭാഷയും. ആ ചോദ്യം വരുന്നില്ല. മറിച്ച് അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇവർ ഓരോരുത്തരും ഗലീലക്കാരല്ലേ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ജനിച്ചു വളർന്ന ഭാഷയിൽ ഇവർ സംസാരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഭാഷാപരം വ്യക്തിക്കാണ് കൊടുക്കുന്നത്. പക്ഷെ ബാബേൽ ഗോപുരവുമായിട്ട് ലിങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഭാഷ കലക്കി കളഞ്ഞതേ ഉള്ളൂ. എന്ന് വിചാരിച്ചു. എങ്ങനെ? പല ഭാഷകളും. അല്ല, അത് ഇതുമായിട്ട് എന്താ? അതല്ല ഇവിടുത്തെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത്. ഏത് ഭാഷ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയണം. അതാണ് ഇവിടുത്തെ കേന്ദ്ര വിഷയം. അതിന് ഇതല്ലാതെ രണ്ടാമതൊരു ഓപ്ഷനില്ല. അവരുടെ ഭാഷയിൽ അവിടെ ചെന്ന് അവരോട് സംസാരിക്കുക എന്നുള്ളതല്ലാതെ രണ്ടാമതൊരു ഓപ്ഷനില്ല. അപ്പോൾ ആ ആത്മാക്കളെ നേടുക എന്നുള്ളത് മാത്രമാണ് ഈ ഭാഷാവരം കൊടുക്കുന്നതിലൂടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഭാഷാവരം നിന്നു പോകുമെന്ന് പറഞ്ഞു. എപ്പോൾ നിന്നു പോകും? പൂർണ്ണമായത് വരുമ്പോൾ നിന്നുപോയി. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവിക വെളിപ്പെടുത്തലുകളും ദൈവത്തിൻ്റെ സ്നേഹവുമാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ശുശ്രൂഷകളിലൂടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. കിട്ടി. അപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പൂർത്തീകരിക്കപ്പെടുകയും അതേസമയം ലോകത്തിൽ എവിടെ ചെന്നാലും ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകൾ ആർക്കും കൈകാര്യം ചെയ്യാം. അപ്പോൾ ഈ ഭാഷയുമായി ഞാൻ അവിടെ ചെന്നാൽ ആ ഭാഷക്കാരന് അവിടെ എന്തുണ്ടാവും? ഒരു ട്രാൻസ്ലേറ്റർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. അവിശ്വാസിയാണെങ്കിൽ പോലും ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെ എന്ത് ചെയ്താൽ മതി? ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. അയാൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മറ്റവർക്ക് ഈ കാര്യങ്ങളെല്ലാം ഭാഷാപരത്തിലൂടെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ മനസ്സിലാക്കും. അപ്പോൾ ഭാഷാപരത്തിൻ്റെ ആവശ്യകത ഇന്ന് വാസ്തവത്തിലില്ല. അതുപോലെ നിന്നു പോകുമെന്ന് പറഞ്ഞു. ആ സമയമായപ്പോൾ നിന്നുപോയി. ഇതെല്ലാം സഭയുടെ തുടക്കത്തിൽ ആ ശൈശവ ദശയിൽ ഇതെല്ലാം ആവശ്യമായിരുന്നു. കാരണം ഒരു സെക്കൻഡറി ഓപ്ഷൻ, രണ്ടാമതൊരു മീഡിയം ഉപയോഗിക്കാൻ പറ്റാത്ത കാലഘട്ടമായിരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ ആവശ്യം ഇല്ല. ലോകത്തിൽ എവിടെ പോയാലും ഇംഗ്ലീഷ് സംസാരിക്കാം. കേൾക്കുന്നവർക്ക് ഇംഗ്ലീഷ് മനസ്സിലായില്ലെങ്കിൽ പോലും ഒരു ട്രാൻസ്ലേറ്റർ അവിടെ പരിഭാഷപ്പെടുത്താനുണ്ടാകും. അയാൾ എന്ത് ചെയ്യും? ഈ കാര്യമെല്ലാം എനിക്ക് അന്യഭാഷയോട് പറയാൻ ആവശ്യമുള്ളതെല്ലാം ഈ ഭാഷയിലൂടെ എനിക്ക് പറയാം. അത് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, ഇനിയും ഭാഷ കൃപാവരം ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നമ്മളിലുള്ള കൃപാവരത്തെ എങ്ങനെ തിരിച്ചറിയാം?
എന്നാലല്ലേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കൃപാവരം ഇല്ലാത്തവരാരും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിൽ എന്തെങ്കിലും ഒരു കൃപാവരം ഉണ്ടായിരിക്കണമല്ലോ. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? ഒരു കൃപാവരം ഉണ്ടായിരിക്കും. എന്തായിരിക്കും എൻ്റെ കൃപാവരം? എനിക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. പ്രാർത്ഥനയിൽ ചോദിക്കാം, എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കുഞ്ഞ് വളരുമ്പോൾ ആ വളരുന്ന സമയത്ത് മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും അയൽവാസികൾക്കും എല്ലാം ആ കുഞ്ഞിൽ എന്തെല്ലാം കഴിവുണ്ടെന്ന് കുഞ്ഞിൻ്റെ ഇടപെടലിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും. കുഞ്ഞിനും ഇത് ബോധ്യമാകത്തില്ലേ? എനിക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ ആ കുഞ്ഞ് മനസ്സിലാക്കും എനിക്ക് പാടാൻ കഴിവുണ്ട്. പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ ആ കുഞ്ഞിന് പ്രസംഗിക്കാൻ താല്പര്യമുണ്ടായിരിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് ഈ കാര്യം തിരിച്ചറിയാൻ പറ്റും. ഇതുപോലെ തന്നെ കൃപാവരങ്ങൾ, എന്നിലും നിങ്ങളിലുമുള്ള കൃപാവരങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ശുശ്രൂഷയായിരിക്കാം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതാവാം, സഹായിക്കുന്നതാവാം, കരുണ കാണിക്കുന്നതാവാം, അതിഥി സൽക്കാരമാവാം. ഇതെല്ലാം എന്തു ചെയ്യാം? ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തെ പ്രതി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന പൊതുപ്രയോജനത്തിന് വേണ്ടി നൽകിയിരിക്കുന്നതാണ്. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? വാസ്തവത്തിൽ എന്തിനു വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്? പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ കാര്യം ഞാൻ തിരിച്ചറിയണം. ഒന്നാമത്തെ കാര്യം, എന്നിൽ ഈ കൃപാവരം ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ പ്രവൃത്തിയിലൂടെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് തിരിച്ചറിയുന്നതിലൂടെ എനിക്ക് സ്വയം മനസ്സിലാക്കാനും പറ്റും, മറ്റുള്ളവർ എന്നോട് പറയുകയും ചെയ്യും. ഈ രണ്ട് രീതികളിലൂടെ എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ദൈവാത്മാവ് എനിക്ക് എന്ത് ചെയ്യും? ബോധ്യപ്പെടുത്തി തരും എന്നിലുള്ള കൃപാവരം എന്താണെന്ന്. കാരണം ഇത് തന്നത് ആരാ? ദൈവമല്ലേ തന്നത്. അപ്പോൾ ദൈവം തന്നെയാണ് ആദ്യം എനിക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ കൺവിൻസിങ് തരേണ്ടത്. ദൈവം തന്നെയാണ് ഈ ഉറപ്പെനിക്ക് തരേണ്ടത്. എനിക്ക് ഈ കൃപാവരം തന്നിട്ടുണ്ടെന്നുള്ള കാര്യം ദൈവം ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ പൗലോസിനെയും ശീലാസിനെയും ഒക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് ബർന്നബാസിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം കർത്താവ് വിളിക്കുന്നവരെ വിളിച്ചതിന് ശേഷം സഭയോട് പറയുകയാണ്, ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് അവരെ വേർതിരിക്കുക. അപ്പോൾ ദൈവം അവരെ വിളിച്ച് വേർതിരിച്ചു എന്നുള്ളത് സഭയ്ക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആദ്യം നടന്നത് ഏതാ? ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വെളിപ്പെടുത്തലാണ്. അതാർക്ക് ആദ്യം ബോധ്യപ്പെട്ടു? പൗലോസിനും ബർന്നബാസിനും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ദൈവം അവർക്കത് ബോധ്യപ്പെടുത്തി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സഭയ്ക്കത് ബോധ്യപ്പെട്ടു. സഭ എന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞ കാര്യം ചെയ്തു. അപ്പോൾ ആദ്യം വെളിപ്പെടുത്തി തരേണ്ടത് ദൈവം. രണ്ടാമത് ദൈവം വെളിപ്പെടുത്തിയെന്നുള്ളത് ഈ വ്യക്തിക്ക് മനസ്സിലാകണം. 3, മറ്റുള്ളവർക്ക് ഈ കാര്യം മനസ്സിലാകും. അപ്പോൾ ഏത് കൃപാവരം ഉണ്ടെങ്കിലും ആ കാര്യം ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി തരും. നമുക്ക് ബോധ്യപ്പെട്ട കാര്യം നമ്മളത് മനസ്സിലാക്കണം. മൂന്നാമത് മറ്റുള്ളവർക്കും ഈ കാര്യം മനസ്സിലാക്കി പിന്നെ എന്ത് ചെയ്യണം? അത് പൊതുപ്രയോജനത്തിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി, സഭയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ഏതെല്ലാം നിലകളിൽ ഉപയോഗിക്കാമോ ആ നിലകളിലെല്ലാം ഉപയോഗിക്കണം. നിന്നിലുള്ള കൃപാവരത്തെ അവഗണിക്കരുത് എന്ന്, ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് തിമോഥെയോസിനോട് പൗലോസ് പറയുന്നുണ്ട്. മൂപ്പന്മാരുടെ കൈവയ്പിനാൽ നിനക്ക് ലഭിച്ച വരം അതെന്ത് ചെയ്തത്? ഉപേക്ഷയായി വിചാരിക്കും. അവഗണിക്കാൻ പാടില്ല, നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം എന്തിനാ ദൈവം തന്നിരിക്കുന്നത്? ദൈവനാമ മഹത്വത്തിനായി പൊതുപ്രയോജനത്തിന് വേണ്ടി തന്നിരിക്കുന്ന കാര്യം ഞാനത് ഒഴിച്ചിട്ടാൽ നാളെ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാനൊരു ചോദ്യചിഹ്നത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ലഭിച്ചിരിക്കുന്ന കൃപാവരം കൃത്യമായി ഉപയോഗിക്കണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഈ കൃപാവരങ്ങളോടെ ലഭിച്ചിരിക്കുന്ന വ്യക്തികൾ, മൂപ്പന്മാർ, സുവിശേഷകന്മാർ, ശുശ്രൂഷകന്മാർ, ഇവരുടെ ശുശ്രൂഷ എങ്ങനെ തിരിച്ചറിയാമെന്നും അവരുടെ യോഗ്യതകൾ എന്തായിരിക്കണമെന്നും അവർ സഭയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.